ഒരു അപരിചിതനെ പോലെ വന്ന് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് ആരായിരിക്കും നിന്നെ ഇവിടെ എത്തിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഞാനൊന്നും കണ്ടിട്ടില്ല. ശരി, നീ കണ്ടിട്ടില്ല, ഞാൻ വിശ്വസിക്കാം. പക്ഷേ നീ ഇവിടെ വന്ന കാര്യം പോലീസ് തെളിയിക്കുമല്ലോ, അപ്പൊ നീ എന്ത് ചെയ്യും? അത് ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളല്ലേ ഒരു മനുഷ്യരെ തലക്കടിച്ചു പോകുന്നത്? അപ്പൊ നീ ശരിക്കും കണ്ടു. നീ വലിയ ബുദ്ധിമാനാണെന്നൊന്നും കരുതണ്ട. എനിക്കിനി നിന്നെ കൂടി കൊല്ലേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. എനിക്കൊന്നും അറിയില്ല. ഈ വീടിന് ചുറ്റും 10 ഏക്കർ തോട്ടാണ്. നീ ഇനി എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും ഒരു കുഞ്ഞു പോലും Oligohydramnios with AFI 3 cm liquor reduced. Chances for fetal distress. Indication for lower segment cesarean section. ജനിക്കിപ്പ വേണ്ടത് അവളുടെ ഭർത്താവെന്ന രീതിയിൽ നിന്റെ സാമീപ്യമാണ്. ഞാൻ പറയുന്നതനുസരിച്ച് നിനക്ക് എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തും. ഞാൻ എന്ത് ചെയ്യണമെന്നാ മേഡം പറയുന്നേ? അലക്സ്, ഞാനൊരു ഡോക്ടറാണ്, എ ഫോറൻസിക് സർജൻ. ഞാനാണ് ഈ മർഡർ ചെയ്തതെന്നും നിനക്കതിൽ പങ്കില്ലെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ഇവനെ കൊന്നതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്കാവില്ല. എനിക്ക് ഈ ബോഡി ഒരു എവിഡൻസും ഇല്ലാതെ ഡിസ്പോസ് ചെയ്യണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എനിക്കൊരു ഫാമിലി ഉണ്ട്. നീ എന്നെ സഹായിച്ചാൽ നിനക്കൊന്നും സംഭവിക്കാതെ നോക്കാൻ എനിക്കറിയാം. ഈ ലോകത്ത് ഏതൊരു കൊലപാതകവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ഫോറൻസിക് എക്സ്പെർട്ടിന്റെ കൈകളുണ്ടായിട്ടുണ്ട്. മരണവെപ്രാളത്തിൽ ഇവൻ ശേഷിപ്പിച്ച തെളിവുകളിൽ നിന്നും ഡീകോഡ് ചെയ്യാൻ ഒരു ഫോറൻസിക് എക്സ്പെർട്ടിന്റെ വ്യൂവിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. നിനക്കെന്നെ വിശ്വസിക്കാം. ഒരു പഴുതുപോലുമില്ലാതെ നമ്മളിത് ചെയ്തു തീർക്കും. എനിക്ക് പോണം. ഈ രാത്രി ഇവിടെ വന്നിട്ട് വെറുതെ എങ്ങനെ പോകുന്നു? fingerprints.